കളി ജയിച്ചില്ലെങ്കിലും ലോകത്തിന്റെ മനസ്സ് കീഴടക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ അത് ഫുട്ബോൾ ലോകത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ജപ്പാന്റെ ബ്ലൂ സമുറായികൾ. ഇത്തവണ ഡാലസിലെ കളിത്തട്ടിലാണ് ജപ്പാൻ ആരാധകർ ലോകത്തിന് വീണ്ടും ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നത്. ഡാലസിൽ നടന്ന ആവേശപ്പോരിൽ ശക്തരായ നെതർലാൻഡ്സിനെയാണ് ജപ്പാൻ 2-2 എന്ന നിലയിൽ തളച്ചത്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നെങ്കിലും രണ്ടാം പകുതി തീപാറി. നെതർലാൻഡ്സിനായി വിർജിൽ വാൻ ഡൈക്കും ക്രിയൻസിയോ സമ്മർവില്ലും ഗോളടിച്ചപ്പോൾ ഡച്ച് പട വിജയം ഉറപ്പിച്ചതാണ്. എന്നാൽ കളി തീരാൻ 2 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ, അതായത് 88-ാം മിനിറ്റിൽ ഡെയ്ച്ചി കമാഡയിലൂടെ ജപ്പാൻ ആ അർഹിച്ച സമനില പിടിച്ചെടുത്തു. കളി കഴിഞ്ഞു. യഥാർത്ഥ ഹീറോകൾ ഇറങ്ങി. പക്ഷെ യഥാർത്ഥ കളി നടന്നത് റഫറിയുടെ ഫൈനൽ വിസിലിന് ശേഷമാണ്. കളി കഴിഞ്ഞ മറ്റെല്ലാ കാണികളും സ്റ്റേഡിയം വിട്ടപ്പോൾ ജപ്പാൻ ആരാധകർ അവിടെ തന്നെ നിന്നു. കയ്യിൽ കരുതിയ കവറുകളുമായി അവർ ഗാലറിയിലെ ഓരോ വരിയിലും ഇറങ്ങി. അവിടെ അവശേഷിച്ച പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും കവറുകളുമെല്ലാം സ്വന്തം കൈകൊണ്ട് പെറുക്കി മാറ്റി ആ സ്റ്റേഡിയം അവർ വൃത്തിയാക്കി. പ്രത്യേക ശ്രദ്ധയ്ക്ക്, അന്താരാഷ്ട്ര ഫുട്ബോൾ വേദികളിൽ ജപ്പാൻകാർ ഇത് ആദ്യമായല്ല ചെയ്യുന്നത്. 2022 ഖത്തർ ലോകകപ്പിലും ജർമ്മനിയെ തോൽപ്പിച്ചതിനു ശേഷവും തങ്ങളുടെ ടീം ഇല്ലാതിരുന്ന ഉദ്ഘാടന മത്സരത്തിന് ശേഷവും ഇവർ ഇതേ രീതിയിൽ ഗാലറി വൃത്തിയാക്കി കയ്യടി നേടിയിരുന്നു. നമുക്കിത് കണ്ട് അത്ഭുതം തോന്നാമെങ്കിലും ജപ്പാൻകാർക്ക് ഇത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ശുചിത്വം, പൊതു ഇടങ്ങളോടുള്ള ബഹുമാനം, കൂട്ടായ ഉത്തരവാദിത്വം എന്നിവ ചെറുപ്പം മുതലേ അവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഇരുന്ന ഇടം വൃത്തിയാക്കി മടങ്ങുക എന്നത് അവർക്കൊരു സാധാരണ കാര്യമാണ്. കളിക്കളത്തിൽ താരങ്ങൾ മികച്ച പ്രകടനം നടത്തുമ്പോൾ ഗാലറിയിൽ തങ്ങളുടെ മാന്യമായ പെരുമാറ്റം കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ആദരവും ഏറ്റുവാങ്ങുകയാണ് ഈ ബ്ലൂ സമുറായികൾ. തോറ്റാലും ജയിച്ചാലും ഈ ജപ്പാൻകാർ ശരിക്കും ഒരു ക്ലാസ് തന്നെയാണല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി തനിനിറം സ്പോർട്സ് ഡെസ്കിലൂടെ വീണ്ടും കാണാം.